മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMR-ൽ മാസപ്പടി കേസിൽ 185 കോടിയുടെ അഴിമതിയെന്ന് കേന്ദ്രം. കണ്ടെത്തൽ SFIO അന്വേഷണത്തിൽ കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് നടത്തിയത് സങ്കല്പിക്കാൻ പോലുമാകാത്ത അഴിമതി. CMR-ൽ ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി അഴിമതി പണം കണക്കിൽപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും അനധികൃതമായി പണം നൽകി. അന്വേഷണ വിവരങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച് കേന്ദ്രവും ആദായനികുതി വകുപ്പും. മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് ഉൾപ്പെട്ടിട്ടുള്ള CMR-ൽ മാസപ്പടി കേസിൽ നിർണായക വാദങ്ങളാണ് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത്. SFIO അന്വേഷണത്തിൽ 185 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിന്മേൽ മറ്റന്വേഷണം പാടില്ലെന്ന വാദം നിലനിൽക്കില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് CMR-ൽ നടത്തിയത് സങ്കല്പത്തിനും അപ്പുറത്തുള്ള അഴിമതിയാണ്. CMR-ൽ ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി അഴിമതി പണം കണക്കിൽപ്പെടുത്തി. ചരക്ക് നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കോടികൾ ചെലവിട്ടെന്ന് വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി. CMR-ൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള KSIDC-യുടെ ഓഹരി പങ്കാളിത്തമുള്ളതിനാൽ വിഷയം പൊതു താൽപര്യ പരിധിയിൽ ഉൾപ്പെടും. അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും നിയമമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്രവും ആദായ നികുതി വകുപ്പും കോടതിയെ അറിയിച്ചു. SFIO-യുടെ അന്വേഷണത്തിനെതിരെ CMR-ൽ നൽകിയ ഹർജി വാദം പൂർത്തിയാക്കി കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കെയാണ് കേന്ദ്ര സർക്കാർ നിർണായക വിവരങ്ങൾ അറിയിച്ചത്. ജനം, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതായത് അത്രയും വലിയ അഴിമതിയാണ് നടന്നത്. ഏതാണ്ട് 185 കോടിയുടെ അഴിമതി എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എക്സാലോജിക് ഉൾപ്പെട്ടിട്ടുള്ള CMR-ൽ മാസപ്പടി കേസിലാണ് നിർണായകമായ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. SFIO നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ, ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ SFIO നടത്തിയ അന്വേഷണത്തിൽ എന്തെല്ലാം വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ഈ അഴിമതി ഏത് രീതിയിലാണ് നടത്തിയിട്ടുള്ളത്, അഴിമതിയുടെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ എഴുതി നൽകിയിട്ടുള്ള വാദങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എക്സാലോജിക് CMR-ൽ മാസപ്പടി വിഷയത്തിൽ കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ നിലവിൽ കേസ് നടക്കുന്നുണ്ട്. ആ കേസിന്റെ അന്തിമവാദം ഡിസംബർ 23-ന് പൂർത്തിയായിരുന്നു. കേസ് വിധി പറയുന്നതിനായി ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനു മുൻപായാണ് കേന്ദ്ര സർക്കാരിനോട് വാദങ്ങൾ എഴുതി നൽകാൻ കോടതി ആവശ്യപ്പെട്ടത്. ഇതിന് പ്രകാരമാണ് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഈ വിഷയത്തിന്മേൽ രേഖാമൂലം കോടതിയിൽ ചില വാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അഴിമതി നടന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ വിഷയത്തിൽ നിലവിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും CMR-ലും എല്ലാം തന്നെ വാദിക്കുന്ന ഒരു കാര്യം, യാതൊരു തരത്തിലും അഴിമതി നടന്നിട്ടില്ല, എക്സാലോജിക്കിന് നിയമപരമായിട്ടുള്ള പണമാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള, സേവനത്തിന് പകരം പണം ലഭിച്ചു തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് മുൻപോട്ട് വെക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് വളരെ വ്യക്തമായ അഴിമതി നടന്നു. അതും 185 കോടി രൂപയുടെ, സൂചിപ്പിച്ചതുപോലെ തന്നെ 185 കോടി രൂപയുടെ വലിയ അഴിമതി നടന്നുവെന്ന് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും വ്യക്തമാക്കുമ്പോൾ CMR-നും എക്സാലോജിക്കിനും കൂടുതൽ കുരുക്ക് മുറുകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും ഈ വിഷയത്തിൽ നിയമാനുസൃതമായ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് ആദായ നികുതി വകുപ്പ് ഇതിനോടകം തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കാരണം 185 രൂപയുടെ അഴിമതി നടന്നു എന്ന് വ്യക്തമാക്കുമ്പോൾ അത് ഏത് രീതിയിൽ നടന്നു എന്നുള്ളതും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജ ബില്ലുകൾ ഉണ്ടാക്കിക്കൊണ്ടും ഒപ്പം ചിലവുകൾ പെരുപ്പിച്ചു കാണിച്ചുമാണ് ഈ അഴിമതി പണം CMR-ൽ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏത് രീതിയിലാണ് ഈ പണം വിനിയോഗിച്ചത്, ഈ എക്സാലോജിക്കിന് പണം ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് എന്തിനു ലഭിച്ചു എന്നതും ഒപ്പം ഈ പണം എങ്ങനെ വിനിയോഗിച്ചു എന്നതും സംബന്ധിച്ചുള്ള തുടർ അന്വേഷണം ഉണ്ടാകുമ്പോൾ തീർച്ചയായും CMR-ലും എക്സാലോജിക്കിനും അതിന്റെ ഉടമയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾക്കും ഒപ്പം മുഖ്യമന്ത്രിയിലേക്കുമെല്ലാം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം കൊണ്ടുചെന്നെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന അഴിമതി ആരോപണങ്ങളിൽ നേരിട്ടുള്ള അഴിമതിക്ക് പകരം ഏജൻസികൾ വഴി അല്ലെങ്കിൽ മറ്റൊരു കമ്പനി വഴി ഇത്തരത്തിൽ കമ്മീഷൻ പണത്തിലൂടെ അഴിമതി നടക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. അതിന് വലിയ രീതിയിലുള്ള തെളിവാണ് ഇപ്പോൾ SFIO അന്വേഷണത്തിന്റെ കണ്ടെത്തലിലൂടെ കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.